ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഓരോ പുലരിയും ആരംഭിക്കുന്നത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടുക്കുന്ന വാർത്തകളുമായാണ്. യുദ്ധകാഹളങ്ങളെക്കുറിച്ചാണ്, യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ആയിരങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, കുറച്ചു കാലമായി ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഗാസയിലെ ആശുപത്രിയിലുണ്ടായ ബോംബാക്രമണത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും ലോകം. ഗാസ സിറ്റിയിലെ അൽ അഹ്ലി അറബ് ആശുപത്രിയിലാണ് അർദ്ധരാത്രിയോടെ ആക്രമണം നടക്കുന്നത്. ഈ ആക്രമണത്തിൽ 500-ലധികം സാധാരണക്കാരുടെ ജീവനാണ് പൊലിഞ്ഞില്ലാതായത്. നിരവധി പേരാണ് കെട്ടിടങ്ങൾക്കടിയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുൻപും പല ലോകരാജ്യങ്ങൾക്കിടയിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊരു യുദ്ധത്തിനും ഒരു സത്യമുണ്ടെന്ന് പറയുന്നത് പോലെ അന്നൊന്നും അഭയാർത്ഥി ക്യാമ്പുകളോ ആശുപത്രികളോ ലക്ഷ്യം വെച്ചിരുന്നില്ല. എന്നാൽ ഇന്നത് തിരുത്തപ്പെട്ടിരിക്കുകയാണ്. യുദ്ധവെറിയിൽ സാധാരണക്കാരായ ആയിരങ്ങൾ വീട് വിട്ട് സുരക്ഷിതമെന്ന് കരുതി അഭയം തേടിയ ആശുപത്രിയിലും ഇന്ന് ഇസ്രായേൽ സൈന്യം ഉന്നം വെച്ചിരിക്കുകയാണ്. ചുരുങ്ങിയത് 4000 അഭയാർത്ഥികളെങ്കിലും ആശുപത്രിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ബോംബാക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഡോക്ടർ പറയുന്നത്. ആക്രമണത്തിൽ ആശുപത്രി ഏതാണ്ട് പൂർണ്ണമായി തകർന്നടിഞ്ഞതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. ദാരുണ സംഭവത്തിന് പിന്നാലെ ഇവിടെ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചതായി പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം 500-ലേറെ പേർ കൊല്ലപ്പെട്ട ബോംബാക്രമണത്തിൽ ഇസ്രായേലും ഹമാസും പരസ്പരം പഴിചാരുകയാണ്. ഇസ്രായേൽ ആശുപത്രിയിൽ ബോംബിട്ടെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചതിന് പിന്നാലെ തന്നെ ഇസ്രായേൽ ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലാണ് ആശുപത്രി തകർന്നതെന്ന് ഹമാസും ഹമാസിന്റെ റോക്കറ്റ് ലക്ഷ്യം തെറ്റിയാണ് സ്ഫോടനമുണ്ടായതെന്ന് ഇസ്രായേലും ആരോപിക്കുന്നുണ്ട്. ഗാസയിലെ ആശുപത്രി ആക്രമിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിഷേധക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ലോകം മുഴുവൻ അറിയണം, ഗാസയിലെ ഭീകരരാണ് അത് ചെയ്തത്. നമ്മുടെ കുട്ടികളെ ക്രൂരമായി കൊലപ്പെടുത്തിയവർ അവരുടെ മക്കളെയും കൊല്ലുകയാണ്. ഇതാണ് നെതന്യാഹു എഴുതിയ നിഷേധക്കുറിപ്പിലെ സാരാംശം. ഇസ്ലാമിക് ജിഹാദികൾ ഇസ്രായേലിനെതിരെ തൊടുത്ത മിസൈൽ ആക്രമണം പരാജയപ്പെട്ട ആശുപത്രിയിൽ പതിച്ചതാകാമെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് അറിയിച്ചത്. ആശുപത്രി ആക്രമിക്കപ്പെട്ട സമയത്ത് ഗാസയിൽ നിന്ന് തന്നെ നിരവധി റോക്കറ്റുകൾ ബോംബാക്രമണം തുടങ്ങിയിരുന്നുവെന്നും IDF പ്രവർത്തന സംവിധാനങ്ങൾ വിശകലനം ചെയ്തപ്പോൾ ഗാസയിൽ നിന്ന് മിസൈൽ ആക്രമണം നടത്തിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇതിനിടയിലാണ് ആശുപത്രിയിലും ആക്രമണം ഉണ്ടായതെന്നും വിവിധയിടങ്ങളിൽ നിന്ന് ലഭിച്ച ഇന്റലിജൻസ് വിവരമനുസരിച്ച് ആശുപത്രിയിലുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് ജിഹാദ് ഭീകരവാദ സംഘടനയ്ക്കാണെന്നും ഇസ്രായേൽ സൈനിക വക്താവ് ട്വിറ്ററിൽ കുറിച്ചു. സംഭവത്തെ ലോകാരോഗ്യ സംഘടനയും കാനഡ, തുർക്കി, ജോർദാൻ, ഈജിപ്ത്, സൗദി, ഖത്തർ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളും ശക്തമായി അപലപിച്ചിട്ടുമുണ്ട്. അതേസമയം പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ ജോർദാൻ സന്ദർശനത്തിനായി വാഷിംഗ്ടണിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. അപ്പോഴും തകർന്നടിഞ്ഞ ഗാസയുടെ അവസ്ഥ തീർത്തും പരിതാപകരമാണ്. ശുദ്ധജലം നിലച്ച ഗാസ പകർച്ചവ്യാധി ഭീഷണിയിലാണ്. 10 ലക്ഷം പേർ അഭയാർത്ഥികളായി തെരുവിലാണ്. ഗാസയിൽ ആംബുലൻസുകളും അഭയാർത്ഥി ക്യാമ്പുകളും പോലും ആക്രമിക്കപ്പെടുന്നു. മോർച്ചറികൾ നിറഞ്ഞതിനാലും സംസ്കരിക്കാൻ സ്ഥലമില്ലാത്തതിനാലും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗാസ നിവാസികളുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഐസ്ക്രീം ട്രക്കുകളിലാണ്. ഐസ്ക്രീം ട്രക്കുകളും നിറഞ്ഞു വരുന്നതിനാൽ മൃതദേഹങ്ങൾ ടെന്റുകളിലും സൂക്ഷിച്ചു വെക്കേണ്ട ഗതികേട്. അങ്ങനെ അതിദാരുണമായ അവസ്ഥ. ലോകം ഉറ്റുനോക്കുകയാണ് ഈ യുദ്ധവെറി എന്നവസാനിക്കുമെന്ന്.